الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله أنت الحبيب حبيب الله نسألك الشفاعة عند الله يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم صدق الله العلي العظيم وقال حبيبنا محمد صلى الله عليه وسلم الملائكة شهداء الله في السماء وأنتم شهداء الله في الأرض بالقطب رباني والغوث الصمداني نجينا من كل آفات يا الله بلغني എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ ബിൽകുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫത്തി യാ അല്ലാഹ് എന്റെ മൂരിദാരു നരകത്തിലുള്ള നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ ബിൽകുതുബി റബ്ബാനി വൽഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫത്തി യാ അല്ലാഹ് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറക്കത്തും യതൂമേ ബിൽകുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫത്തി യാ അല്ലാഹ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശിഹാബ് അടക്കമുള്ള പണ്ഡിതന്മാരെ, വാത്സല്യ നിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, സ്നേഹ നിധികളായ സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട മക്കളെ, പടച്ച റബ്ബ് നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കട്ടെ.
രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവർക്ക് അല്ലാഹു പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഈ സദസ്സിലേക്ക് വന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ, ഇതിൽ ഒരുപാട് പല ജാതി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മുത്തുനബിയുടെ ബദരീങ്ങളുടെ ഔസുൽ അഅ്ളമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളിലും ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലുള്ള രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയവർ അതിൽ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെ ഉപ്പമാര്, ഞങ്ങളെ ഉമ്മമാര്, അൽഹംദുലില്ലാഹ് ഈ മജ്ലിസുൻ നൂറിന് കളമൊരുക്കാൻ ഇവിടെ മനോഹരമായി സൗകര്യം ഏർപ്പെടുത്തി തന്ന ഈ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരിച്ച് എവിടെയൊക്കെ മറവിട്ട് കിടക്കുന്നുണ്ടോ അവർക്കൊക്കെയും അല്ലാഹു മഗ്ഫിറത്തും വറഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് മഹാന്മാരായ മുത്തുനബി അടക്കമുള്ള ബദരീങ്ങളെ ഓർക്കുവാനും അവരെ മുൻനിർത്തി അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാനുമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ബദരീങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു, യാസീൻ ഓതി. നമ്മുടെ മുൻഗാമികളായ ആളുകളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദിക്റ് ചൊല്ലി. എന്തുകൊണ്ടും മഹത്വരമായ ഒരു മജ്ലിസാണ്. അല്ലാഹു രണ്ടാം വസന്തം എന്ന് പേരിട്ട് വിളിച്ച റബീഉൽ ആഖിറിന്റെ മനോഹരമായ ദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. റബീഉൽ അവ്വൽ സമ്പുഷ്ടമായ റബീഉൽ അവ്വൽ എന്ന മാസം മനോഹരമായത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം അതിൽ ഉണ്ടായി എന്നുള്ള ഒരൊറ്റ കാരണം. മുത്തുനബിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നബിയുടെ പേര്, നബിയുടെ പ്രകൃതം, നബിയുടെ സ്വഭാവം, നബിയുടെ ജീവിതം, നബിയുടെ മരണം, അള്ളാഹുവിന്റെ ഹബീബ് ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലയുണ്ടോ അവിടെയൊക്കെ വലിയ മഹത്വങ്ങളും പ്രത്യേകതകളും നമുക്ക് കാണാൻ കഴിയും. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അള്ളാഹു ഹബീബിനെ അത്രമേൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാം വസന്തമാകുന്ന റബീഉൽ ആഖിർ, ഇത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോകാൻ വല്ലാതെ ആഗ്രഹിക്കുകയും യാത്ര പോവുകയും ചെയ്ത മനോഹരമായ മാസമാണ്. ഇന്ന് രാവിലെ 10,000 ആളുകൾ ഒരുമിച്ചുകൂടി ഒരു മഹാനെ യാത്രയാക്കി. മഹാനായ ചെറുകര അസ്ഹർ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞങ്ങൾ ആലോചിക്കാണ്, കഴിഞ്ഞ ആഴ്ച 5 ദിവസമായി എന്റെ നാട്ടുകാരനും നിങ്ങളൊക്കെ പരിചയക്കാരനുമായ കുരുവമ്പലം ഉണ്ണിക്കോയത്തങ്ങൾ അറിയില്ലേ? അല്ലാഹു മഹാനുഭാവന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇവരൊക്കെ ആഗ്രഹിച്ചത് റബീഉൽ ആഖിറിൽ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് യാത്ര പോകാനാണ്. എന്തുകൊണ്ട്? ഇവിടെ സ്മരിക്കപ്പെടുന്ന സ്മര്യ പുരുഷന്മാർ മഹാന്മാരായ ബദരീങ്ങളാണ്. ഈ സദസ്സിന് വലിയ മഹത്വമുണ്ട്. പക്ഷേ ഈ സദസ്സിലേക്ക് വരാനുള്ള തൗഫീഖ് അല്ലാഹു കരുതിയ ആളുകൾക്കേ കിട്ടുകയുള്ളൂ. അങ്ങനെയൊന്നുണ്ട്. തൗഫീഖ് നല്ലവല്ല. നെയ്യത്ത് നന്നായാലു എന്തും ചെയ്യണോ, തൗഫീഖ് നിറകിൽ നിന്ന് തള്ളിത്തരുമടോ. ചെവി മുളച്ച കാലം മുതൽ ഞാനും നിങ്ങളും കേൾക്കുന്നതാണ് ബദരീങ്ങളെന്നുള്ളത്. ആരാണ് ബദരീങ്ങളെന്നറിയുമോ? അല്ലാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത മഹൽ വ്യക്തിത്വങ്ങളാണ്. وجادوا بأموالهم وباعوا نفوسهم
ലദീനിൽ ഹുദാ ഫീ കുല്ലി മൗതുഇനി അസ്വതി. എല്ലാം സമർപ്പിച്ച മഹാന്മാരായ ആളുകൾ, ഹബീബായ മുത്തുനബിയോടൊപ്പം കട്ടക്ക് നിന്ന മഹാന്മാരായ ബദരീങ്ങൾ, അവരെങ്ങാനും ബദറിന്റെ രണാങ്കളത്തിലേക്ക് കടന്നു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മനോഹരമായ ദീനിന്റെ വെളിച്ചം നമ്മുടെ നാടുകളിൽ കാണില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം ഇട്ടറിഞ്ഞ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മഹാന്മാരായ ബദരീങ്ങൾ ദീനിന്റെ പക്ഷത്ത് ഹബീബിനോടുകൂടെ അടിയുറച്ചു നിന്നപ്പോഴാണ് അവിടെ മനോഹരമായ വിജയം കൈവരിക്കാൻ സാധിച്ചത്. മഹാന്മാരായ ബദരീങ്ങൾ ചില്ലറക്കാരല്ല, ബദരീങ്ങൾ ചില്ലറക്കാരല്ല. ബദരീങ്ങളോട് കളിക്കല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങൾ ഗ്രൗണ്ടിൽ ഇരുന്ന് കളി ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരാണ്. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കേണ്ട കളിയാണ്. മഹാന്മാരായ ബദരീങ്ങളോട് കളിച്ചാൽ നിങ്ങൾക്ക് കളിപ്പടിയും കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം മഹാന്മാരായ ബദരീങ്ങൾക്ക് അല്ലാഹു വലിയ സ്ഥാനമാനങ്ങളാണ് നൽകിയത്. കാരണം അവൽ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി ഹബീബിനോട് കൂടെ നിലകൊണ്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് മല്ലന്മാരാകുന്ന ആളുകളാണ് എതിർപക്ഷത്ത്. എന്തുകൊണ്ടാണ് 313 വരുന്ന സ്വഹാബത്തിന് അല്ലാഹു വിജയം സമ്മാനിച്ചതെന്നറിയുമോ? മനോഹരമായി കാണാം. നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, നിങ്ങൾ കുറഞ്ഞ പേരെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവർ മജ്‌ലിസുന്നൂറിന്റെ സദസ്സിലേക്ക് വന്നാൽ എന്താണ് ലാഭം? ആ 2 മണിക്കൂർ അങ്ങനെ പോയി കിട്ടുമെന്ന് അങ്ങാടികളിലും പീഡികത്തിണ്ണുകളിലും പറയുന്നവരെ, മഹാന്മാരായ ബദരീങ്ങളെ നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കണേ. അവരുടെ സഹായം നമ്മൾ വിളിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. വീയാൻ പോകുന്ന കുട്ടി അടുക്കളയിൽ നിന്ന് വല്യമ്മ വിളിക്കുകയാണ്, ബദരീങ്ങളെ എന്റെ കുട്ടിയെ നീ കാക്കണേ. ആരോ കൈപിടിച്ചു ഉയർത്തുന്ന പോലെ ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കുന്നതാരാ? അവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. അതിനവർക്ക് കഴിവല്ലാഹു കൊടുക്കുകയാണ്. എന്തേ കാരണം? നോക്കാം നമുക്ക്. മുഅ്മിനീങ്ങളെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മഹത്വത്തിന്റെ മാനദണ്ഡമായി നിലകൊള്ളുന്നത് 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് മഹത്വം കിട്ടാൻ ആ മനുഷ്യനിൽ 3 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. റബീഉൽ ആഖിർ എന്ന് പറയുന്നത് ഔലിയാക്കളുടെ നായകനായ ഔസുൽ അഅ്ലം അടക്കമുള്ള മഹാന്മാർ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് യാത്ര പോയ മാസാണ്. ശംസുൽ ഉലമ യാത്ര പോയ മാസം. ഇന്ന് ഉറൂസ് മുബാറക്കിന്റെ അവസാനമായിരുന്നു. കോഴിക്കോട് വരക്കൽ മക്കാമിൽ ഉറൂസ് മുബാറക്കിന്റെ അവസാനമായിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് വിട പറഞ്ഞു പോയ മാസം. നാളെ മുതൽ അത്തിപ്പറ്റയിൽ ഉറൂസ് നടക്കാനിരിക്കുകയാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് വിട പറഞ്ഞു പോയ മാസം. മുഅ്മിനീങ്ങളെ, ചെറുകര അസ്ഗർ ഉസ്താദ് ദിവസങ്ങളോളമായി വയ്യാതെ കിടക്കുന്നു. എന്തേ റബീഉൽ ആഖിറിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത്? കുരുവമ്പലം തങ്ങളും റബീഉൽ അവ്വലിൽ തന്നെയാ രോഗശയ്യയായി കിടന്നത്. എന്തേ റബീഉൽ ആഖിറിലേക്ക് അദ്ദേഹം അല്ലാഹുവിലേക്ക് യാത്ര പോകാൻ എത്തിപ്പെട്ടത്? ചിന്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യന് ഔന്നിത്യത്തിന്റെ പടവുകൾ കയറാൻ 3 ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. ശ്രദ്ധിക്കണേ. ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ, അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ, ഔന്നിത്യത്തിന്റെ പടവുകൾ കയറിച്ചെല്ലാൻ 3 ഗുണങ്ങൾ ഉണ്ടായാൽ മതി. 1 ഈമാൻ, വിശ്വാസം ഉണ്ടാകണം. രണ്ടാമത്തേത് സ്വാലിഹായ അമലും.
സ്വാലിഹായ അമലുകൾ ഉണ്ടാകണം, നല്ല പ്രവർത്തനങ്ങൾ. മൂന്നാമത്തത് സൽസ്വഭാവം. ഈ 3 ഗുണങ്ങളുണ്ടോ എങ്കിൽ ആ മനുഷ്യന് ഔന്നത്യത്തിന്റെ ഉയർന്ന സോപാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആദ്യത്തത് ഈമാനാണ്. മഴ പെയ്യുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് നിർത്താം. എന്നിട്ട് ദ്വാരക്കല്ലേ സൗകര്യം ഉണ്ടോ ഉപ്പമാർക്കൊക്കെ? മദ്രസ ഹാൾ തൽക്കാലങ്ങൾ അവിടെ പോയിരിക്കും. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. ഇന്നലെ തമിഴ്നാട് ഒരു സിനിമാ നടൻ ആളുകളെ വിളിച്ചുകൂട്ടിയൊരു പരിപാടി നടന്നു. ഞാൻ ആലോചിച്ചാണ്, 10,000 ആളുകൾക്കാണ് ആകെ ആ പരിപാടിക്ക് പെർമിഷൻ ഉള്ളത്. ആളുകളുടെ എണ്ണം ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എത്രയാണ് അതിൽ പങ്കെടുത്തത്? നിൽക്കാൻ പോലും ഇടമില്ലാതെ കൈക്കുഞ്ഞുമായി ആളുകൾ അവിടെ ഒരുമിച്ചുകൂടെ. എന്തിനാണ്? ഒരു ആത്മീയ സദസ്സ് സംഘടിപ്പിച്ചിട്ടല്ല. ആത്മീയ സദസ്സ് സംഘടിപ്പിക്കുമ്പോഴാണ് ആളെ കിട്ടാത്തത്. ബാങ്ക് കൊടുക്കുമ്പോ ഊളിയിടുന്നത് കേട്ടിട്ടില്ല നിങ്ങൾ? അത് പിശാചുക്കളാണ്. ആത്മീയ സദസ്സ് പറ്റാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അവരെ നമ്മൾ നെവറും മൈൻഡ് ചെയ്താൽ മതി. അവരും അള്ളയുമായിക്കോളും ആ വിഷയങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പേരിടാൻ ആ കൂട്ടത്തിൽ വിജയിന്റെ അടുത്തേക്ക് ഒരാൾ കൈക്കുഞ്ഞുമായി വന്നു. അപ്പൊ അവന്റെ തലച്ചോറ് എവിടെ പണയം വെച്ചിങ്ങനെ ആലോചിച്ചു. അത് ആലോചിച്ചു. 40 ആള് ഇപ്പൊ മരണപ്പെട്ടു. ഒരുപാട് ആളുകൾ വെന്റിലേറ്ററിൽ ശ്വാസം കിട്ടാതെ കിടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയ സദസ്സുകളിലേക്ക് നമ്മൾ പോകുന്നതും അത് സംഘടിപ്പിക്കുന്നതുമൊക്കെ നമ്മൾ സ്വയം നന്നാവാനാണ്. നമ്മുടെ കല്യാണ വീടുകളിൽ ഇതിനേക്കാൾ വലിയ സൗദി പരിപാടികൾ നടക്കാറില്ല. ആരെങ്കിലും പരാതി പറയാറുണ്ടോ? ഞാനിപ്പോ അടുപ്പിച്ചൊരു 3 ഓഡിറ്റോറിയങ്ങളിൽ പാട്ട് നിർത്തിപ്പിച്ചു. ജനകെട്ട പാട്ട്, ഒരാവശ്യവുമില്ലാത്ത, അള്ളയും അള്ളാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത ഒരു പരിപാടി. ഇത് പറയാൻ ആളില്ല. ഇത് പറഞ്ഞാൽ പറഞ്ഞവർ കുറ്റക്കാരായി പോകുന്ന ഒരു സംവിധാനം. കല്യാണത്തിൽ ഓഡിറ്റോറിയങ്ങളിലും വീടുകളിലും നമ്മൾ സംബന്ധിക്കുന്നത് എന്തിനാ? പരിചയങ്ങളൊക്കെ ഒന്ന് പുതുക്കുക, പരസ്പരം ഒന്ന് കണ്ട് സംസാരിക്കുക, സ്നേഹബന്ധങ്ങളൊക്കെ ഒന്ന് നിലനിർത്തുക. എന്നിട്ടോ ഒരു തൊഴിലല്ലാതെ ഭക്ഷണം കഴിക്കാനും ആളുകളുമായി സംസാരിക്കാനും പോലും കഴിയാത്ത രൂപത്തിൽ വലിയ ശബ്ദത്തിൽ വലിയ സൗണ്ടിൽ പാട്ടുകളൊക്കെ ഇട്ട് ആ മഹത്തായ നിക്കാഹ് കർമ്മം വളരെ മോശമാക്കുന്ന ഒരു സാഹചര്യം. നിങ്ങളെ അള്ളയോട് മറുപടി പറയേണ്ടി വരും. ഇവിടേക്ക് കയറിയിരിക്കട്ടില്ലേ കുറച്ച് ആൾക്കാർക്ക്? നമ്മളെ മജ്‌ലിസ് മുടങ്ങാതെ. ഞാൻ ചോദിച്ചു ഷിയാബിനോട്, മഴയ്ക്ക് മുടക്കം വരുമോ? അപ്പൊ മഴ എന്നല്ല, വേറെ എന്തെങ്കിലുമൊക്കെ മുടങ്ങുന്ന പേടിയെ അറിയാം. സത്യം പറഞ്ഞാൽ അതന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എല്ലാ കൊല്ലവും റബീഉൽ ആഖിറിൽ ഒരു ജീലാനി അനുസ്മരണ പരിപാടിക്ക് പോകാറുണ്ട്. അതൊരു കുന്നിന്റെ മുകളിൽ വളരെ മനോഹരമായ ഒരു സദസ്സ്, 1000കണക്കിന് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ ഇതേമാതിരി പോലീസ് ഒന്ന് വരാറുണ്ട്. പക്ഷെ ആ പോലീസ് സ്റ്റേഷനിലെ ASI വലിയ ഒരു പിന്നെ കൽബിയായ ഒരു ബന്ധമുള്ള മനുഷ്യനാണ്. ആ പലപ്പോഴും എന്നെ കണ്ടാല് അത് ഇവിടെ ഉണ്ടോ അങ്ങനെ പോവലുണ്ട് മൂപ്പര്. അപ്പൊ ഇങ്ങനത്തെ സദസ്സുകളൊക്കെ അലോസരമാകുന്നത്, അലർജിയാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈമാനിന്റെ ശോഷണം സംഭവിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, മനുഷ്യന്റെ ഔന്നിത്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ഈമാൻ ഉണ്ടാകുക.
നിങ്ങൾ ഏറ്റവും ഉന്നതിയിൽ എത്തുമെന്ന് പരിശുദ്ധമായ ഖുർആന പറയുന്നത്. അതുകൊണ്ടല്ലേ മിഅ്റാജിന്റെ രാത്രിയിൽ മുഅ്മിനീങ്ങളെ നല്ലപോലെ ശ്രദ്ധിക്കണേ. ഈമാൻ ഹൃദയത്തിൽ തുടികൊള്ളുന്നുണ്ടോ? മാലാഖമാരേക്കാൾ നിങ്ങൾക്ക് ഉയർന്നു പോകാൻ കഴിയും. ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും രാത്രിയിൽ ഹബീബായ മുത്തുനബിയെ ആകാശവും കടത്തിക്കൊണ്ട് പോവുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ചരിത്രമല്ലേ? ഇത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ? ഒരു പരിധിയെന്ന് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇനി അങ്ങോട്ട് എനിക്ക് പെർമിഷൻ ഇല്ല നബിയേ. ആരാണ് ജിബ്രീൽ? മാലാഖയാണ്. ഹബീബായ മുത്തുനബി നമ്മളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഒരാളാണ്. ഹബീബായ മുത്തുനബി ജിബ്രീലിനേക്കാൾ ഉയർന്നു പോവുകയാണ് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക്. അതിങ്ങനെ ഓതിയിട്ട് ഒരു 10ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് ഓതി നോക്ക്. അതിൽ കാണാം വഖാബ ഖൗസൈനി ഔ അദ്നാ. അതല്ലേ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ വിശ്വാസം ഊട്ടി ഉറപ്പിക്കണേ മനുഷ്യ, എന്നാൽ നിങ്ങൾക്ക് ഉയർന്ന സോപാനത്തിലേക്ക് വിരാജിക്കാൻ കഴിയുമെന്ന് ഖുർആൻ. മറിയം ബീവിന്റെ ചരിത്രം അതല്ലേ പഠിപ്പിക്കുന്നത്. നല്ല പോലെ ഈമാൻ ഖൽബിൽ ഊട്ടി ഉറപ്പിച്ചു മറിയം ബീവി. കാരണം ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച സ്ത്രീയാണ്. നാട്ടുകാർ പിഴച്ചവളെന്ന് പറയാൻ തുടങ്ങി, കുടുംബക്കാർ പിഴച്ചവളെന്ന് പറയാൻ തുടങ്ങി. മറിയം ബീവി ക്ഷമ കൈകൊള്ളുകയാണ്, ഈമാൻ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കുകയാണ്. ആ മറിയം ബീവിക്ക് എത്ര സ്ഥാനമാ അല്ലാഹു നൽകിയതെന്നറിയോ? മറിയം ബീവിക്ക് അന്ന് ആ കാലത്ത് കിട്ടാത്ത ഏറ്റവും മനോഹരമായ ഫലങ്ങളല്ലേ അല്ലാഹു ഇറക്കി കൊടുത്ത് സഹായിച്ചത്. അത് മനോഹരമായ ചരിത്രമാണ്. അതുകൊണ്ട് മുഅ്മിനേ, മഹാന്മാരായ ഔലിയാക്കളുണ്ടല്ലോ, നബികളുണ്ടല്ലോ, ശുഹദാക്കളുണ്ടല്ലോ, സ്വാലിഹീങ്ങളുണ്ടല്ലോ, സജ്ജനങ്ങളുണ്ടല്ലോ. ഒരു ദിവസത്തിൽ 17 തവണ ഞാനും നിങ്ങളും നിസ്കാരത്തിൽ നിരന്തരം റബ്ബിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. പടച്ചവനെ, ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണേ അല്ലാഹ്. ഏതാ സിറാത്തുൽ മുസ്തഖീം? ഏതാ ചൊവ്വായ വഴി? ഏതാ നേരായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ വഴി. ഏതാ നീ അനുഗ്രഹിച്ച ആളുകളെന്നറിയുമോ? ഫാത്തിഹ സൂറത്തിന്റെ ഈ ആയത്തിനെ നിസാ സൂറത്ത് വിശദീകരിക്കുകയാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന. അത് നബിമാർ സഞ്ചരിച്ച വഴിയാണ്. അത് 4 ഖലീഫമാരുൾപ്പെടെ സുദ്ദീഖീങ്ങൾ സഞ്ചരിച്ച വഴിയാണ്. അത് ബദറിലും ഉഹദിലും പങ്കെടുത്ത ശുഹദാക്കൾ സഞ്ചരിച്ച വഴിയാണ്. 4ാമത്തെ വിഭാഗം വസ്സാലിഹീന, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സജ്ജനങ്ങളായ ആളുകൾ സഞ്ചരിച്ച വഴിയാണ്. അതാണ് ഫാത്തിഹ സൂറത്തിലൂടെ 17 തവണ ഞാനും നിങ്ങളും പടച്ചറപ്പിനോട് ചോദിക്കുന്നത്, റബ്ബേ, ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണേ. പിന്നെ ഏത് മാർഗത്തിലല്ല? ഏത് മാർഗത്തിലല്ല? നീ കോപിച്ച ആളുകളുടെ വഴിയിലല്ല. പരിശുദ്ധമായ ദീനിന്റെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ഹിദായത്തിന്റെ മനോഹരമായ വെളിച്ചം ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ വടിപിയച്ച ആളുകളുടെ വടിയിൽ ഞങ്ങളെ ചേർക്കല്ല റബ്ബേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. ആ സ്വാലിഹീങ്ങൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ഔന്നിത്യത്തിന്റെ പടവുകൾ, ആത്മീയതയുടെ ഉയർന്ന സോപാന
പ്രബോധനത്തിലേക്ക് ഒരാൾക്ക് എത്താനുള്ള 3 ഓപ്ഷനുകൾ. ഒന്ന് ഈമാൻ ഉണ്ടാകലാണ്, 2 സ്വാലിഹായ അമലുകൾ ഉണ്ടാകലാണ്, 3 അവന്റെ സ്വഭാവം നന്നാവലാണ്. ഇവ 3ന്റെയും അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യൻ ആത്മീയ രംഗത്ത് സമുന്നതമായ നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഔലിയാക്കളുടെ ചരിത്രം പരിശോധിച്ചു ഓല് ഈ 3 ഗുണങ്ങളും ജീവിതത്തിൽ മനോഹരമായി മുറുകെ പിടിച്ച മഹാന്മാരായിരിക്കും. ഈ 3 ഗുണങ്ങളും അല്ലാഹുവിന്റെ വിശിഷ്ട സൃഷ്ടികളായ മലായികത്തിനേക്കാൾ ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരും. അപ്പോൾ അവന്റെ ആത്മാവ് അഭൗതികമായ ലോകത്തിന്റെ പ്രകാശങ്ങൾ അഥവാ സിഗ്നലുകൾ സ്വീകരിക്കാൻ പ്രാപ്തമായി തീരും. ഈ സിഗ്നലുകളുടെ മതഭാഷ ഇൽഹാമെന്ന് പറയുന്നതാണ്. തോന്നിപ്പിക്കും ആ മനുഷ്യനെ ഇന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് കോഴിക്കോട് അവസാനിച്ചു. മഹാനായ ശംസുൽ ഉലമായി തങ്ങളുടെ മഹാനായ ശംസുൽ ഉലമ തങ്ങൾക്ക് ഇൽഹാം ഉണ്ടായിരുന്നു. എവിടെ നിന്ന്? മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി പലപ്പോഴും മഹാനായ ശംസുൽ ഉലമായി തങ്ങൾ മുനാജാത്ത് നടത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശംസുൽ ഉലമ ഒരു മദ്ഹബിന്റെ ഇമാമാകാൻ പറ്റുന്ന അത്രമേൽ അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കിയ മനുഷ്യനാണ്. 7 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ, 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുണ്ടാകുക. ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞു പോരുമ്പോ 100 മാർക്ക് ഉറപ്പാണ്. ശംസുൽ ഉലമക്ക് 100 മാർക്ക് ഉണ്ട്. പേപ്പർ കിട്ടിയപ്പോ 99 ഉള്ളൂ. അതിന് ശംസുൽ ഉലമ തിരിച്ചു ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിച്ചു, എനിക്ക് 100 ഉണ്ട്, 1 മാർക്ക് അവിടെ ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞ എന്താ പറയുക, കുട്ടിയെ അത് ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കാനാണ്. അവിടെ കുറച്ചതേ അത്ര വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ് അവരൊക്കെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മഹത്തായ ഈ സദ്ഗുണങ്ങൾ ജീവിതത്തിൽ പൂർത്തിയാക്കിയവരാണ് ഔലിയാക്കളെന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറയുകയാണ്. അലാ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കള് ലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ബേജാറോ ഭയപ്പാടോ ഇല്ല. വലാ ഹും യഹ്സനൂൻ, ഒരു വേവലാതി ബേജാറുണ്ടാവില്ല. മഹാനായ കാളമ്പാടി ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ദുൽഖഅദയിലാ മരണപ്പെട്ടത്. കാളമ്പാടി ഉസ്താദ് ഇങ്ങനെ ബുഖാരി പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ഓതി കൊടുക്കുക. ഈ മഹാന്മാരും നേതൃത്വം നൽകിയൊരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പറയുന്നത്. അതിനാര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അത് കെടൂല മുഅ്മിനീങ്ങളെ. കാരണം ഇതിന്റെ അടിത്തറ തഖ്വയിൽ അധിഷ്ഠിതമാണ്, ഭദ്രമാണ്. നമ്മക്ക് തിരക്കുണ്ടെങ്കിൽ നമ്മൾ മാറിക്കുക. സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം അത് അസ്ഥിവാരം ഇട്ടത് വരക്കൽ മുല്ലപ്പോയപ്പോഴാണ്. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത മഹാരഥന്മാരായ ആളുകൾ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് ഭൗതികമായ എല്ലാ താല്പര്യങ്ങളെയും മാറ്റിവെച്ച മഹാരഥന്മാരായ ആളുകൾ, അവരാണ് സമസ്തക്ക് നേതൃത്വം നൽകിയത്. അവരാണ് സമസ്തയെ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് കളിക്കല്ല, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും ചെറുപ്പക്കാരെ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും മുഅ്മിനേ. നിങ്ങൾ ആലോചിക്കൂ, ഖുർആനാ പറയുന്നത്. അവർക്ക് പേടിയില്ല, ബേജാറില്ല. മഹാനായ കാളമ്പാടി ഉസ്താദ് ദർസ് നടത്തുമ്പോ പട്ടിക്കാട് അന്ന് ഒരു ജീപ്പും ബസ്സും കൂട്ടിയിടിച്ച് 2 പെൺമക്കൾ മരണപ്പെട്ടു. ഉസ്താദിന്റെ ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദിലേക്ക് ഒരു എഴുത്തു വന്നത്. ഉസ്താദ് അതങ്ങനെ വാടിച്ചു, അതങ്ങനെ പൂട്ടിവെച്ചു.
ദർസങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. 45ഓളം മിനിറ്റ് കഴിഞ്ഞ് ദർസ് നിർത്തിയപ്പോ ഉസ്താദിന്റെ മുഖത്ത് ചെറിയ ഒരു ടെൻഷൻ അനുഭവപ്പെട്ടപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ എന്തു പറ്റി? അങ്ങേ കണ്ടാണ് പറ്റിയത്? അമ്മയുടെ മുഖം വല്ലാത്ത ഒരു ടെൻഷൻ പോലെയുണ്ടല്ലോ. ഉസ്താദ് പറയണത് കുട്ടികൾ ആക്സിഡന്റ് ഉണ്ടായി മരണപ്പെട്ടു തരേ. എന്നാ ഉസ്താദ് നിങ്ങൾക്ക് കിതാബ് നിർത്തി പോയിക്കൂടായില്ലോ? ഞാനാണെങ്കിൽ ഓടിയും. കാരണം നമ്മക്ക് അത്രേ പവറുള്ളൂ. അപ്പൊ ഉസ്താദ് എന്താ മറുപടി? നിങ്ങൾ ആലോചിക്കണം. ഉസ്താദ് എന്താ മറുപടി പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ലോകം ആദരിക്കുന്നതാണ് ബുഖാരി എന്ന് പറയുന്ന കിതാബ്. ഇത് തോടുമ്പോ തുറക്കാനും തോടുമ്പോ അടക്കി വെക്കാനും പറ്റുന്ന കിതാബല്ല. ആലോചിക്കണം ഈമാനിന്റെ പവർ. അതാണ് പറഞ്ഞത് അല്ലദീന ആമനൂ. ഖുർആന പറയുന്നത് പരിശുദ്ധമായ റബീഉൽ ആഖിർ വന്നാൽ ചില ആളുകൾ നോട്ടീസ് അടിക്കാറുണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ജീലാനി അനുസ്മരണം മുസ്ലിയേക്കന്മാർ പോക്കറ്റും വയറും വീർപ്പിക്കാനുണ്ടാക്കിയ പരിപാടിയാണ് എന്നൊക്കെ. വ്യക്തികളുടെ സ്വർഗത്തിലാണോ നിങ്ങൾ? ഇത് ഖുർആന പറയുന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹ്. എന്നിട്ട് ഔലിയാക്കളുടെ ഗുണങ്ങളാ പറയുന്നത്. അല്ലദീന ആമനൂ, അവർ വിശ്വാസികളാണ്. വകാനൂ യത്തഖൂൻ, അവർ വിശ്വാസം മാത്രം ഖൽബിൽ ഊട്ടി ഉറപ്പിച്ചവരല്ല. അവർ തഖ്വയുള്ളവരാണ്. അവർ അല്ലാഹുവിനെ പേടിയുള്ളവരാണ്. അവരുടെ ജീവിതം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചവരാണ്. അവരുടെ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിച്ചുവെച്ചവരാണ്. അതല്ലേ മുത്തഖീ പറഞ്ഞാൽ? തഖ്വ കാരണം എന്താ? മുത്തുനബി തഖ്വക്ക് എന്താ ഡെഫിനിഷൻ പറഞ്ഞത്? മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ പാലിക്കുക, അല്ലാഹു നിരോധിച്ച നിരോധനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കലാണ് തഖ്വ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവനാണ് മുത്തഖിയാകുക. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ പാലിക്കുക, നിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായി വെടിയാൻ കഴിയണം. ഔലിയാക്കളുടെ ചരിത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാ. മഹാനായ കണ്ണിയത്തോട് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. സമസ്തക്ക് ദീർഘകാലം പ്രസിഡന്റായി സ്ഥാനം അലങ്കരിച്ച മഹാനല്ലേ. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതിരുന്നപ്പോ സൂക്ഷ്മജ്ഞാനികളുടെ പിതാവ് എന്ന് ഞാനല്ല വിളിച്ചത്. എല്ലാ ജനങ്ങളും ഒന്നടങ്കം വിളിച്ച് റഈസുൽ മുഹദ്ദിസീൻ കണ്ണിയത്ത് അഹ്മദ് ഉസ്മിയാർ. ഞാൻ വായിച്ച ചരിത്രം പറഞ്ഞില്ല കണ്ണിയത്ത് ഉസ്താദിന്റെ. എന്റെ വാപ്പനോട് പറഞ്ഞൊരു ചരിത്രം. എന്റെ വാപ്പ 79 കാലഘട്ടത്തിൽ ഫൈസാബാദിൽ ഉണ്ടായിരുന്നു. ഞാൻ സമസ്തയെ പഠിച്ചതിന്റെ വാപ്പാന്റെ മുമ്പിൽ കട്ടിയിൽ ഇരുന്നിട്ടും ഗസാലിയിൽ ഇരുന്നിട്ടാണ്. ചോദിച്ചറിഞ്ഞു പഠിച്ചതാണ്. ശംസുലമി ഉസ്താദാണ്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന് ഒരു പതിവുണ്ട്. എന്തെങ്കിലും സാധനം വേണം തോന്നിയാൽ ദർസിന്റെ അടിയിൽ ആരാണ് അന്നത് കൊണ്ടുവരാൻ ചോദിക്കൂല. അപ്പൊ ഒരു വേള ചോദിച്ചു, ആരാടാ നല്ല തേന് കൊണ്ടുവരാ? എല്ലാരും ആരാടാന്നാ വിളിച്ച. അപ്പൊ എന്റെ വാപ്പ അന്ന് വല്ലിപ്പ ഈ കാട്ടാളന്മാര് വീട്ടിലേക്ക് വന്നിട്ട് തേൻ കൊടുക്കണത് അന്നത്തെ കാലത്തെ. അപ്പൊ വാപ്പ ഇങ്ങനെ കൈമുക്കി, ഞാൻ കൊടുത്തോളാം ഉസ്താദേ. വ്യാഴാഴ്ച ദർസ് കഴിഞ്ഞ് പോരുകയാണ് വാപ്പ. അങ്ങനെ ശനിയാഴ്ച ദർസിലേക്ക് എത്തിയപ്പോ തേൻ കൊടുത്തോളോ എന്ന് ചോദിച്ചു. അപ്പൊ വാപ്പ ഇങ്ങനെ ആ തേൻകുപ്പി ഇങ്ങനെ പൊക്കി പിടിച്ച് ഉസ്താദിന്റെ ഇരുത്തത്തിന്റെ വാപ്പനോട് പറഞ്ഞു, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നോക്കിക്കോടി. അപ്പൊ ആ തേൻകുപ്പികൾ ഇങ്ങനെ എടുത്തിട്ട് ചെന്നപ്പോ കണ്ണിയത്ത് ഉസ്താദ് വാപ്പനോട് പറഞ്ഞു, 15 ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ തേൻകുപ്പി സ്വീകരിക്കാന്, കയ്യിലേക്ക് വാങ്ങാന് 15 ക്വസ്റ്റ്യന് എന്നോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ട് ഹലാലും ഹറാമും വ്യക്തമായിട്ടാണ് കണ്ണിയത്ത് ഉസ്താദ് അത് വാങ്ങി വെച്ചത്. എവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചു.
അത് വാപ്പോട് നിന്നാണ്, വാപ്പാക്ക് എവിടുന്ന് കിട്ടി, വല്യപ്പാക്ക് കൊടുത്തതാണ്. അങ്ങനെ കാട്ടാളം കൊടുത്ത മൂപ്പരെ എവിടുന്ന തേങ്ങ എടുക്കല്, ഈ കുപ്പി എവിടുന്ന കിട്ടിയത്, അതിന് പൈസ നോക്കി നിങ്ങൾ സൂക്ഷ്മത. വെറുതെ കിട്ടിയതല്ല. കടന്നപ്പോ ഏറ്റവും കാലം ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്തു, സമസ്തക്ക് നേതൃത്വം നൽകി, വയസ്സായി, വാർദ്ധക്യം വന്നു. കണ്ണിയത്ത് ഉസ്താദിന് സ്വന്തമായി ബാത്റൂമിൽ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷം ശ്രദ്ധിക്കണേ. ഈ മഹാരഥന്മാർക്ക് നേതൃത്വം കൊടുത്ത മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ പിന്നിൽ അടിയുറക്കണേ. അതാണ് ഫാത്തിഹ സൂറത്തിലൂടെ 17 തവണ ഞാനും നിങ്ങളും ചോദിക്കുന്ന മനോഹരമായ വടി, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതിലെ സിറാത്തുൽ മുസ്തഖീമിലെ നിസാ സൂറത്തിൽ പറഞ്ഞ സ്വാലിഹീങ്ങളായ ആളുകളുടെ വടി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊരു വല്ലാത്ത വഴിയാണ്. ഇത്ര സൂക്ഷ്മത. സ്വന്തമായി ബാത്റൂമിൽ ഇത് വെറുതെ വിലായത്തിന് പട്ടൊരു കറുത്ത കോട്ടും ഒരു കുപ്പായവും ഒരു തൊപ്പിയും വെച്ചിട്ട് ഞാൻ ഔലിയ എന്ന് പറഞ്ഞ് 4 മൂതിരട്ടതല്ല. പരിശോധിക്കണേ നിങ്ങൾ. കൃത്യമാണ്. ഇന്നലെ മഹാനായ ജുഫരി സയ്യിദുൽ ഉലമ മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു ആഫിയത്തും ആയുസ്സും പ്രദാനം ചെയ്യട്ടെ. മഹാനവറുകള് ഗുരുവപ്പൻ തങ്ങളെ വീട്ടിൽ വന്നിരുന്നു മിഞ്ഞാന്ന് രാവിലെ. ആ സമയത്ത് ഈ ഗുരുവമ്പലം തങ്ങളെ കബീല അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജിഫ്രി തങ്ങളെ സൂക്ഷ്മത. പിന്നെ മനുഷ്യനല്ലേ, ഒരാളെ പിന്നാലെ സൈക്കിൾ എടുത്ത് ഇങ്ങനെ കൂടിയാൽ ആ ആളെ എ മുതൽ സെറ്റ് വരെ പരിശോധിക്കാൻ നിന്നാലും കുറ്റങ്ങൾ കണ്ടെത്താൻ കഴിയുന്നവർക്ക് അതിനെ സാധ്യമാകും. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കടക്കാൻ പോണതിന് മുമ്പ് സ്വയം നിങ്ങൾ വിലയിരുത്തിക്കളീൻ. നമ്മളെ പണി ഏതാണ്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല 40 കൊല്ലം ബസറക്കാർക്ക്. 40 കൊല്ലം ബസറക്കാർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. കാരണം ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അതിൽ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞ ഒരു കാരണം എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ അയ്ബുകൾ നിങ്ങൾ കണ്ടെത്തുന്നു, നിങ്ങളുടെ ന്യൂനത നിങ്ങൾ കണ്ടെത്തുന്നില്ല. ഒരുപാട് കാര്യമുണ്ട്. അതിലൊന്നിതാ, മറ്റുള്ളവന്റെ ന്യൂനതകള്. മുട്ടുകച്ചില്ലാത്ത ആളാക്കാരോ, ചെരലില്ലാത്ത ആളെ പറ്റി എന്താ പോലെ മുട്ടുകൈയില്ലാത്ത ഒരാളെ ആ കുപ്പായത്തിന്റെ ഉള്ളിലാക്കി പറയാണ് ഇവരുടെ ചെരലുണ്ടെങ്കിൽ ഒരു ചെരലില്ല. ഇതാണ് അവസ്ഥ, നമ്മളെ ന്യൂനത. അതുകൊണ്ട് സലീമായ ഖൽബിന്റെ ഹൃദയത്തിന്റെ ഉടമകളാകണം. കാരണം ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. മരണമെന്ന് പറയുന്ന സമ്മാനം അൽ മൗതു തുഹഫത്തുൽ ലിൽ മുഅ്മിനീൻ. മരണമാകുന്ന സമ്മാനം ഏറ്റുവാങ്ങിയിട്ട് 2 മീസാൻ കല്ലിന്റെ ഉള്ളിലുള്ള വലിയ ലോകത്തിലേക്ക് കടന്നു പോകേണ്ട മനുഷ്യ. അതുകൊണ്ട് ഭൂമി ലോകമെന്ന് പറയുന്നത് പ്രവർത്തനത്തിന്റെ ലോകമാണ്, പ്രതിഫലത്തിന്റെ ലോകം. ഖബർ ജീവിതമാണ്, അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയാണ്. പ്രതിഫലത്തിന്റെ ലോകമാകുന്ന പാരത്രികമായ ലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടത്. ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത, ആരോടും കുരുറ്റും പോരുമില്ലാത്ത, ആരെയും കുറ്റം പറയാത്ത ഒരു മാന്യനായ, ഒരു ഇബാദുർ റഹ്മാനായ ഒരു അടിമയായി പോകാൻ നമുക്ക് കഴിയണം കേട്ടോ. അതുകൊണ്ട് നല്ല സുഹൃതങ്ങളെ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൈറുന്നാസി മയ്യാ റസൂലല്ലാഹ്.
ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ ഖൈറുൻ നാസി മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. അല്ലാഹു ഭൂമി ലോകത്ത് അല്ലാഹു പ്രതിഫലത്തിൽ പ്രവർത്തനത്തിന്റെ ലോകമാകുന്ന ഈ രണ്ടാമത്തെ ജീവിതമുണ്ടല്ലോ, രണ്ടാമത്തെ ജീവിതമാണ് ഭൂമിയിലെ ജീവിതം. ഈ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന ആയുഷ്കാലത്തിന് അല്ലാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട ഒരുപാട് സുഹൃതങ്ങൾ ചെയ്ത ആരുണ്ടോ അവനാണ് ഖൈറുൻ നാസി എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഔസുൽ അദമിന്റെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഔസുൽ അദം വെറുതെ മുത്തുനബിന്റെ പേരക്കുട്ടി ഒരു വിലായത്തിന്റെ ഏറ്റവും ഉയർന്ന സോപാനത്തിൽ എത്തിപ്പെട്ട ആളല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. അല്ലദീന ആമനു ഔലിയ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരാണ്. എല്ലാ കാര്യങ്ങളിലും വകാറു യത്തഖൂൻ, അവർ തഖ്വയുള്ളവരാ. അള്ള പറഞ്ഞ കാര്യങ്ങള് ബക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ മൂല്യന്മാരൊക്കെ വേണ്ടേ? പണ്ടൊക്കെ മൂല്യന്മാര് കൈക്കോട്ടാന്ന് അറിഞ്ഞു മാണ്ടാനേ അറിയുള്ളൂ. അപ്പൊ പിന്നെ JCB എന്നൊക്കെ പറയാൻ തുടങ്ങി. ആരും ബക്കറ്റ് കേൾക്കരുതേ, ബക്കറ്റ് കേൾക്കാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും ഇടുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ സമ്പത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആരോഗ്യത്തിലും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് കേട്ടോളി, ആരോഗ്യമാണ്. ആരോഗ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സ്വഹാബാക്കൾ വന്നിട്ട് നബിയെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണേ, ആരോഗ്യത്തിനെ ചോദിക്കണേ. റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഭൗതികമായ ലോകത്ത് അത് ആരോഗ്യമാണ്. റബ്ബിന് ആരാധന ചെയ്യാൻ ആരോഗ്യം വേണ്ടയോ? കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ ആരോഗ്യം വേണ്ടയോ? ഇബാദത്തുകൾ ചെയ്യാൻ, ഹലാലായ ഉപജീവന മാർഗം തേടി പോകാൻ, ബാത്റൂമിൽ പോകാൻ, കിടക്കാൻ, ഇരിക്കാൻ, നിൽക്കാൻ എല്ലാത്തിനും ആരോഗ്യം വേണം. അതുകൊണ്ട് ആരോഗ്യത്തെ ചോദിക്കണേ മനുഷ്യ. എപ്പോഴും ആരോഗ്യം നിലനിന്ന് കിട്ടണം. പടച്ചോനെ മരിക്കുന്ന സമയം വരെ നീ തന്ന ആരോഗ്യം കേടുപാടില്ലാതെ നിർത്തിത്തരണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആണ്ട മനുഷ്യന്മാരെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ എന്നിട്ടോ മുഅ്മിനീങ്ങളെ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഇങ്ങനത്തെ ഔലിയാക്കളുണ്ടല്ലോ, പേടിയും ബേജാറുമില്ലാതെ പടച്ച റബ്ബിൽ എല്ലാം സമർപ്പിച്ച, ഹൃദയം റബ്ബിലേക്ക് തിരിച്ചു വെച്ച വിശ്വാസികളായ തഖ്വയുള്ള, അല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും അല്ലാഹ് മാറി നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലൊക്കെ സന്തോഷമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കറാഹത്ത് പോലും ഒഴിവാക്കണമെന്നാണ് ഉലമാക്കൾ പറയുന്നത്. കറാഹത്ത് അത്തിപരസ്ഥായിലും റൂസ് നാളെ തുടങ്ങുക, 1-ാം തീയതി തുടങ്ങുകയാണ്. ആ മനുഷ്യന്റെ പേരുണ്ട്. ചരിത്രത്തിൽ പരതി നോക്കിയാൽ മുത്തബിഖുസ്സുന്ന എന്ന് പേരുള്ള ഒരു സ്വഹാബി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുത്തുനബി പള്ളിക്കെന്നിറങ്ങുമ്പോ എത്ര ചവിട്ടടിയാണ് വെച്ച് നോക്കൂത്തര മൂപ്പര്. അങ്ങോട്ട് ചെയ്യാൻ ഒരാപ്പിള് കിട്ടി. ആ ആപ്പിൾ ഇങ്ങനെ നോക്കിയിട്ട് അപ്പുറത്തെ ആൾ കൊടുത്തു. വെറുതെ കിട്ടിയ പേരെല്ലാം എന്താ? മുത്തുനബിയെ ഇത്തിബാ ചെയ്യും. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമാണ്, പേരിനെ ബഹുമാനിക്കണം. മുത്തുനബിന്റെ പേര് പറഞ്ഞാല് ലോകത്ത് 24 മണിക്കൂർ അള്ളാന്റെ പേരിനോട് ചേർത്ത് വെച്ചിട്ട് ലോകം മുഴുവനും ഇതിങ്ങനെ കേൾക്കണം എന്ന് അള്ളാഹ് ആഗ്രഹിച്ച ഒരൊറ്റ പേരാ. ആ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ബർക്കത്തിന് കൊണ്ട് ഇടലുണ്ട് മൂട്ടില്. നമ്മളെ കുട്ടിയാരെ പേരിന്റെ മൂട്ടിലാക്കാരം മുഹമ്മദും അഹമ്മദൊക്കെ. അതൊന്ന് മുമ്പ് പോരട്ടെ. ആ പേരിടുമ്പോ ഒരു മനസ്സിൽ ഒരു നീയത്തും വേണം. മുഅ്മിനീങ്ങളെ മുഹമ്മദ് എന്ന് പേരിടുമ്പോ നീയത്ത് വേണം.
പടച്ചോനെ, എന്റെ കുട്ടിയുടെ മുത്തുനബിന്റെ പേര് കൊണ്ട് ഞാൻ അഭിസംബോധനം ചെയ്യുന്നത് അവിടുത്തെ എല്ലാം എന്റെ കുട്ടിയിലുണ്ടാകാനാണ്. ഉണ്ടാവണം. ഇത് പേരൊക്കെ ഉസ്താദ്മാരോടൊക്കെ ചോദിച്ചിട്ട് എവിടെന്നെങ്കിലൊക്കെ അർത്ഥം വാങ്ങും. എന്നിട്ട് ഉസ്താദ് പേരിടാൻ വന്നാല് ഈ പേരിട് കാണിച്ചു കൊടുക്കും. അപ്പൊ ഉസ്താദ് പേര് മുഹമ്മദും പാടും കിട്ടില്ലേ ബാക്കില് ഒരു പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ല വേണ്ടത്, മുഹമ്മദ് ആദ്യം കൊടുക്കാൻ കഴിയണം. മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ പേരിനെ നല്ലോണം ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ഐമൻ എന്ന് പറയുന്ന ഒരു സ്വഹാബിണ്ട്, വല്ലാതെ മുത്തുനബി ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് നമ്മളിങ്ങനെ ഹദീസിൽ വായിക്കുമ്പോ കാണാം, ഐമൻ ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ്. 14 മുഹമ്മദാണ്, 14 വെല്ലിപ്പാര് മൂപ്പരത് മുഹമ്മദ്മാരാ. ഇമാം അസ്സാലി തങ്ങളുടെ പേരെന്താ? അബു ഹാമിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹ്മദുൽ അസ്സാലി. പേരിന് മഹത്തുണ്ട്. മുഹമ്മദ് എന്ന സ്വഹാബിമാരുള്ള സദസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഉദൂ മുറിഞ്ഞ സ്വഹാബാക്കള് മുഹമ്മദ് എന്ന പേരുള്ള സ്വഹാബിയെ വിളിക്കാൻ മടി കാണിച്ചു. അപ്പൊ നിങ്ങളെ വിളിക്കണമെങ്കിൽ നിങ്ങളെ പേര് മുഹമ്മദ് ആണെങ്കിൽ എന്റെ ഉദൂ പോയിട്ടാ ഞാൻ ഇരിക്കണത്. അപ്പൊ ഞാൻ വിളിച്ചിരുന്നില്ല. കാരണം മുഹമ്മദ് എന്ന് ഉദൂ ഇല്ലാതെ വിളിക്കാൻ പോലും അവർ പേടിച്ചു. അബൂ ഹുറൈറ തങ്ങളുടെ ചരിത്രത്തിലുണ്ടല്ലോ, മുത്തുനബി ഇങ്ങനെ വരിക. മുത്തുനബി എന്ന് പറഞ്ഞാൽ 1500 തിരുനബി 1.5 സഹസ്രാബ്ദം എന്നുള്ളൊരു മനോഹരമായ ഹെഡിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1500 2025 ഇപ്പൊ ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോ ഇടത്തേകാല് വെച്ചിട്ടാ കയറിയത്. അതിന്റെ വല്ലിപ്പ ചെയ്തതല്ലല്ലോ, എന്റെ വാപ്പ ചെയ്ത് കാണിച്ചതുകൊണ്ടല്ല. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യന്റെ അധ്യാപനം, വാക്ക്, പ്രവർത്തനം അത് ഇടത്തെ കാല് വെച്ചിട്ടാണ് കയറുക. എത്ര മനോഹരാണ്. ഇടപെട്ട മേഖല മുഴുവൻ പരിശോധിച്ച് നോക്കിങ്ങൾ. അൽഹംദുലില്ലാഹ് നല്ല പായസം വരുന്നുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. കൊടുക്കണം. ഇത്തരം സദസ്സുകള് ഖിയാമത്ത് നാൾ വരെ നമ്മളെ ദീനിന്റെ നാടിന്റെ ആത്മീയ വെളിച്ചമായി നിലനിൽക്കണം. അതിന് നിങ്ങളൊക്കെ സജീവമായി രംഗത്തുണ്ടായാൽ മതി. ആർക്കും തകർക്കാനാകില്ല, ആർക്കും പരിചയപ്പെടുത്താനാകില്ല. ഇത് ബദരീങ്ങളുടെ സദസ്സാണ്. ഞാൻ പിന്നെ കുറച്ച് മുമ്പ് വന്നപ്പോ പറഞ്ഞിരുന്നല്ലോ, എന്റെ ഉമ്മാന്റെ മരണം എന്റെ കണ്ണിൽ ഞാൻ നേരെ കണ്ട ആളാണ്. കാരണം ഒരു ദിവസം പോലും മജ്‌ലിസുൻ നൂർ പാഴാക്കാതെ ചെല്ലിയതാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ മനോഹരമായ ഒരു അവസരം മരണസമയത്ത് എനിക്ക് എന്റെ ഉമ്മയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. മജ്‌ലിസുൻ നൂറിന്റെ സദസ്സുകളിലേക്ക് പലപ്പോഴും പോകാറുണ്ട്, അവിടുന്ന് ഒക്കെ കേൾക്കാറുണ്ട് ഓരോ അനുഭവങ്ങൾ. ഇത് അതിനെന്താന്ന് പറയുക, ഇതൊരു തൗഫീക്ക് വേണം. ഇത് ആസ്വദിക്കാനും അനുഭവിക്കാനും. മഹാന്മാരെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനും അനുഭവിക്കാനും തൗഫീക്ക് വേണം. അല്ലാതെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ചാത്തപ്പനന്ത് മത്സരമാണോ? എനിക്കിപ്പോ ഏതെങ്കിലും ഒരു വലിയന്റെ അടുത്തുനിന്ന് ഒരു കറാമത്ത്, ഇപ്പൊ ഇന്നലെ ഗുരുവമ്പരന്തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നലെ ഉസ്താദ് പ്രസംഗിച്ചു. ഗുരുവമ്പരന്തങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കുറച്ചു കാലം മുമ്പേ ബസ്സിൽ കാത്തിക്കുക. നമ്മൾ നിസ്സാരമായി കരുതുന്നതൊക്കെ വലിയ നല്ല മനുഷ്യന്മാരാക്കാൻ. അപ്പൊ ആ ബസ് നിർത്താതെ പോയി. അപ്പൊ തങ്ങൾ പാപ്പി എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ കൂട്ടത്തിന്റെ ഒരാൾ എന്തിപ്പോ തങ്ങൾ പാപ്പ ബസ് നിർത്തിയില്ലല്ലോ. അപ്പൊ തങ്ങൾ അവിടുത്തേക്ക് പറഞ്ഞു, അതിന് നമുക്ക് കയറാൻ പറ്റൂലടാ, അതുകൊണ്ടാണ് നിർത്താതെ പോയത്. അല്പസമയം കഴിഞ്ഞപ്പോ ആ ബസ് പോയി ഒരു തോട്ടിലേക്ക് മറിഞ്ഞു. ഒരുപാട് ആളുകൾക്ക് അപകടം സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്. അപ്പൊ അതാണ് അവർക്കൊരു ദീർഘദൃഷ്ടി അല്ലാഹു നൽകും. അവരുതല്ല, അവർ നല്ലോണം അധ്വാനിച്ചത് കൊണ്ടാണ് കറാഹത്ത് പോലും ഒഴിവാക്കണമെന്ന് ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് പലർക്കും കാലിടറുന്നത്. നമസ്കരിക്കാൻ നമുക്ക് കഴിയും, നോമ്പ് നമ്മൾ നോൽക്കാറുണ്ട്, ദിക്ർ നമ്മൾ ചൊല്ലാറുണ്ട്, സ്വലാത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാറുണ്ട്, ഔറാദുകൾ പതിവാക്കാറുണ്ട്. അതൊക്കെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാ. പക്ഷേ വ്യക്തിജീവിതത്തിൽ അതുപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് ഹറാമുകളെ മാത്രമല്ല സുബ്ഹത്തിനെപ്പോലും അഥവാ ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ളതിനെപ്പോലും ഉപേക്ഷിക്കൽ അത്ര എളുപ്പമല്ല. ഈ രംഗത്ത് വിജയിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ.
അതാണ് തഖ്വ. ഒരു കാര്യം ചെയ്യാനോട് നിൽക്കുമ്പോ പടച്ചോനെ ഇതെന്റെ റബ്ബിന് ഇഷ്ടമുണ്ടോ, ഇതെന്റെ ഹബീബിന് തൃപ്തിയാകുമോ, അതല്ല അവരുടെ അനിഷ്ടത്തിന് ഇത് കാരണമാകുമോ? അങ്ങനെ മുഅ്മിനേ നമ്മൾ ചിന്തിച്ചാൽ ഓഡിറ്റോറിയങ്ങളിൽ ഒരു മാമാങ്കവും നടക്കില്ല. നമ്മളെ കല്യാണ വീട്ടിൽ ഒരു അനിസ്ലാമികവും ഉണ്ടാവില്ല. ആലോചിക്കണേ ഉമ്മ, മക്കളെ പച്ചയായി വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. നിശ്ചയിക്കപ്പെട്ട വധൂവരന്മാർ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ. ആ പെണ്ണിന് ഈ ചെറുക്കൻ, ആ പുതിയ പിളക്ക് ഈ പുതിയെണ്ണ ഹലാലാകണമെങ്കിൽ പ്രിയപ്പെട്ട ബാപ്പ കൈ കൊടുത്തിട്ട് അൻകഹതുക സവ്വജതുക എന്ന് പറയണം. ഇവൻ ഖബിൽതു മിൻക നികാഹ എന്ന് പറയണം. അല്ലാതെ കല്യാണം നിശ്ചയിച്ചിട്ട് ഈ പെണ്ണിനെയും ഈ ചെക്കനെയും ഏതോ പൊന്തക്കാട്ടിലേക്ക് പറഞ്ഞേക്കുക, കടൽ തീരങ്ങളിലേക്ക് പറഞ്ഞേക്കുക, അതുപോലെ തന്നെ കാട്ടിലേക്ക് പറഞ്ഞേക്കുക. എന്നിട്ട് ഓരൊരു സ്റ്റാറ്റസ് വീഡിയോ കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. അല്പക്കൊരു സുറുമ്പുളി മാണ്ടായി. എങ്ങനെ ഇത് ഹലാലാകുക? നിശ്ചയിച്ച പെണ്ണും മാണും നിക്കാഹ് കഴിയാതെ എവിടെങ്കിലൊക്കെ പോയിട്ട് സ്റ്റാറ്റസ് വീഡിയോ എടുക്കുക, അത് കൈ പിടിച്ചാൽ നെറ്റത്ത് മുത്തം കൊടുക്കുക. പച്ച വ്യഭിചാരല്ലേ നടക്കുന്നത്? ബർക്കത്തുണ്ടാവോ? കല്യാണ കുടുംബ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവോ? കുറ്റമല്ല ഹബീബിങ്ങളെ, സങ്കടം കൊണ്ടാണ് പല സ്റ്റാറ്റസും കാണുമ്പോ എതിർത്തുകൊണ്ട് പറയാറുണ്ട്. നമ്മളെ കുടുംബത്തിൽ നമ്മൾ പറയാൻ നിർത്താനായോ? ക്ലാസ് ഇവിടെ പരത്തണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയണല്ലേ. നമ്മളൊരു വീട് നമുക്ക് സൗകര്യം ചെയ്തെന്നാണ്. അൽഹംദുലില്ലാഹ്. ഈ കുടുംബനാഥൻ ആരാ? ഈ വീടിന്റെ ഇവിടെ ഉണ്ട് ആള്. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. സൗകര്യം ചെയ്തു കൊടുക്കുക. ബദരീങ്ങളുടെ സഹായം ഉണ്ടായിക്കോളും, എല്ലാ വിഷയത്തിലും ഉണ്ടാവും. നമ്മളെ പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഈ അമല് കൊണ്ട് ഇൽമു കൊണ്ടും നമ്മൾ വിജയിക്കൂല. മഹാന്മാരെ ഗുരുവമ്പലങ്ങൾ 84-ാം വയസ്സിലാണ് മരിക്കുന്നത്. 68 കൊല്ലം ഗുരുവമ്പലം മഹലിന്റെ പ്രസിഡന്റാണ്. രണ്ടഭിപ്രായം ആർക്കും ഉണ്ടായിരുന്നില്ല. അവിടെ 2 സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്. ഇന്ന് വരെ ഒരു കലബിരി ഗുരുവമ്പലത്തിൽ ഉണ്ടായിട്ടില്ല. രണ്ടിനെയും ഒപ്പം മനോഹരമായി ഗുരുവമ്പലം തങ്ങൾ കൊണ്ടുപോയി. അപ്പൊ ഗുരുവമ്പലം തങ്ങൾ സിയാറത്ത് വല്ലാതെ ചെയ്യുന്ന ആളാണ്. സിയാറത്ത് മൂപ്പര് പറഞ്ഞ എന്താ തരും, ഇതുകൊണ്ട് മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ മഹാന്മാർ ബദരീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറക്കാരൊന്നുമല്ല, പൊടിച്ചോളി അവരെ. നമ്മള് പിന്നെ ഇടറുന്ന സമയത്ത് പ്രതീക്ഷ നൽകുന്ന മഹാന്മാരാണ് ബദരീങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോഴത്തേന് ആരാണ് കാവൽ നൽകുന്നത്? ഇതൊരു ചില്ലറക്കാരില്ലല്ലോ മുഅ്മിനീൻ. ഇതാ പറയുന്നത്, ആസ്വദിക്കണം. ഈ മജ്‌ലിസ് വന്നിരുന്ന് ആസ്വദിക്കണോ, അല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. കറാമത്ത് പറഞ്ഞ അതാണ്, മുഅ്ജിസത്ത് പറഞ്ഞ അതാണ്. മൂസാ നബി അലൈഹിസ്സലാം മജീഷ്യന്മാരുടെ ഇടയിലേക്കാണ് പോയത്. മൂസാ നബി അലൈഹിസ്സലാം മാജിക് അറിയുന്ന ആളുകൾക്കിടയിലാണ് പ്രബോധനത്തിന് പോയത്. മൂസാ നബി മാജിക് പഠിച്ചു. മൂസാ നബി മാജിക് കാണിച്ചു കൊടുത്തിട്ടാണ് അവരെ ഹിദായത്തിലാക്കിയത്. ഖുർആൻ മനോഹരമായി പറയുന്നില്ലേ അത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വൈദ്യന്മാരുടെ ഇടയിലേക്കാണ് പോയത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് നിയോഗിക്കപ്പെട്ടത് സാഹിത്യം കൊണ്ട് അമ്മാനമാടുന്ന അറബികളുടെ ഇടയിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ ഓതിയപ്പോ അവിടുത്തെ സാഹിത്യ സാമ്രാട്ടുകൾ പറഞ്ഞു, വല്ലാത്തൊരത്ഭുതം തന്നെയാണ്. എടുത്തും വായനയും പോലും അറിയാത്ത മുഹമ്മദ് എങ്ങനെയാണ് ഇത്ര മനോഹരമായ സാഹിത്യ സമ്പുഷ്ടമായ മനോഹരമായ വാക്കുകൾ പറയുന്നത്? ഖുർആൻ പദ്യമല്ല, പാട്ടുരൂപത്തിലല്ലല്ലോ ഖുർആൻ ഓതുക. ഖുർആൻ വായിക്കലല്ല, പദ്യഗദ്യ സമ്മിശ്രമായ ഏറ്റവും ലോകത്ത് അറിയപ്പെട്ട സാഹിത്യമാണ് ഖുർആൻ. അതുകൊണ്ട് മുമ്പിനെ ഞാൻ പറഞ്ഞു വന്നത്, കറാഹത്തുകളിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹു നമ്മെ വല്ലാതെ ഇഷ്ടപ്പെടും കേട്ടോ.
കറാഹത്ത് പാടില്ല. ഫർള് മാത്രം പോരതാനും. ഫർള് എന്ന് പറയുന്നത് ഈ മനോഹരമായ ശരീരം നമുക്ക് തന്നില്ലേ റബ്ബ്, ആ റബ്ബിന് പകരമുള്ള ഒരു നന്ദി പ്രകടനം മാത്രമാണ് മുഅ്മിനേ പരിശുദ്ധമായ ഫർള് നിസ്കാരങ്ങൾ. പിന്നെന്തു വേണം? അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കൂടുതൽ കരസ്ഥമാക്കാൻ സുന്നത്തുകളെ അധികരിപ്പിക്കണേ, സുന്നത്തുകളെ അധികരിപ്പിക്കണേ. നമ്മുടെ ശരീരത്തിന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, എന്റെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരന് വേണ്ടി പിരിവ് നടക്കുന്നുണ്ട്. 40 ലക്ഷം രൂപയാണ് ആ ചെറുപ്പക്കാരൻ ചികിത്സക്ക് വേണ്ടി ഹോസ്പിറ്റൽ അധികൃതർ നിശ്ചയിച്ചിട്ടുള്ളത്. എന്താ കേടെന്നറിയോ? 25 വയസ്സുള്ള ഒരു മനോഹരമായ ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരന്റെ 2 കിഡ്നിയും ഫെയിലാണ്. മാറ്റി വെക്കുക. 25 വയസ്സ്. ഞങ്ങൾ നാട് മുഴുവനും അതിനു വേണ്ടി കൈകോർത്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുക്കന്റെ അവസ്ഥ എന്താ മുഅ്മിനേ? നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങളുടെ വ്യാപ്തിയും വലുപ്പവും ചിന്തിച്ച് എന്നിട്ട് തെറ്റുകളിൽ നിന്ന് മാറി ശരിയുടെ വഴിയിലേക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഈ റബീഉൽ അവ്വലിൽ മൺമറഞ്ഞുപോയ ആരിഫീങ്ങള്, അല്ലാഹുവിന്റെ ഔലിയാക്കള്, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങള്, അവരൊക്കെ നമ്മോട് പറഞ്ഞതും നമുക്ക് കാണിച്ചു തന്നതും അല്ലാഹുവാണ് സത്യമെന്നുള്ളതാണ്. അല്ലാഹുവാണ് പരമവും പ്രധാനവുമായ സത്യം. അവിടേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിച്ചു വെക്കണം. ആ ചെറുപ്പക്കാരന്റെ രോഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വീട്ടിലേക്കൊന്ന് പോയി ചിന്തിക്കണം. 25 വയസ്സുള്ളൂ. അപ്പോ എല്ലാവർക്കും ചായ കൊണ്ടുവന്നു വെച്ചു. നോക്കി നിങ്ങൾ എടങ്ങേറാൻ പറഞ്ഞേ. ഇതിങ്ങനെ അടിപൊളിയായി നടക്കുമ്പോ നേരത്തെ ഷാബ് പറഞ്ഞല്ലോ, വിനയാന്വിതനായി നടക്കാൻ പഠിക്കണം. അഹങ്കാരികളും സ്വേച്ഛാധിപതികളും അവസാനം പതനമാണ് അവർക്ക്. അടപടലം മൂറ്റുന്നറിയേ ഉറപ്പാണ്. അപ്പൊ ഈ എല്ലാവരും 1/2 ഗ്ലാസ് ചായ ഇങ്ങനെ കുടിക്കണേൽ ഇപ്പം പെട്ടെന്ന് അറിയാതെ കയ്യങ്ങോട്ട് നീട്ടി ചായക്ക്. അതിൽ വാപ്പ പറഞ്ഞു, കുട്ടിയെ കുടിച്ചോ. അപ്പൊ എന്താ, അന്ന് കുടിക്കേണ്ട വെള്ളത്തിന്റെ തോത് കഴിഞ്ഞിക്കാണ്. ഇനിയോ കുടിച്ചെന്താ ഉണ്ടാവുക? ഓന്റെ ശരീരം വീർക്കും, നീര് വരും. ഞങ്ങള് പോയി ഒരു ദിവസം 2 മണിക്കോനെ വാപ്പ് വിളിച്ചു. ചെന്നോക്കുമ്പോ നീരിങ്ങോട്ട് കെട്ടി വീർത്തുകയാണ്. കിഡ്നി പ്രവർത്തിക്കുന്നില്ല. ഡയാലിസ് ചെയ്യാർ. എന്താ ഡയാലിസ്? എത്ര ആയിരങ്ങളാ കൊണ്ടുപോയി കൊടുക്കാറ്? ആഴ്ചയിൽ 3 എണ്ണം ചെയ്യുക. 6000 റുപ്യ കൊണ്ടുപോയി കൊടുക്കുന്ന കുടുംബങ്ങൾ എനിക്കറിയാം. ആഴ്ചയിൽ 3 എണ്ണം, ആഴ്ചയിൽ 7 എണ്ണം, മാസത്തിൽ 5 എണ്ണം. ഇങ്ങനെയൊക്കെ ചെയ്യലില്ലേ? അതിനൊക്കെ 2000-2200 റുപ്യ കൊടുക്കണം. എന്താ ഡയാലിസ് എന്ന് പറഞ്ഞാൽ? കൃത്രിമ യന്ത്രങ്ങളുടെ സഹായത്തോടെ നിശ്ചലമായ വൃക്കയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ നാഡീ ഞരമ്പുകളിലൂടെ കടത്തിവിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രക്രിയ. സുബ്ഹാനല്ലാഹ്, ഇവിടെയല്ലേ അൽഹംദുലില്ലാഹ് നമ്മുടെ റബ്ബത്ര പരിശുദ്ധവാനാണ്. ഞാനോ നിങ്ങളോ അറിയാതെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും മിനിറ്റുകളിൽ, സെക്കൻഡുകളിൽ, മണിക്കൂറുകളിൽ നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം നടത്തുന്ന റബ്ബില്ലേ, ആ റബ്ബിന് എത്രയൊക്കെ ചെയ്താൽ മതിയോ? ആ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുമോ? ആ കുടുംബം ആകപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും കൈകോർത്തുകൊണ്ടിരിക്കുകയാണ്. 40 ലക്ഷം രൂപയാണ് ആ ചെറുപ്പക്കാരന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ചെറുപ്പക്കാരെ ചിന്തിക്കണം കേട്ടോ. കേടുപാടൊന്നും കൂടാതെ ആരോഗ്യത്തോടുകൂടി നടക്കുമ്പോ, റബ്ബിനെ എങ്ങനെ ധിക്കരിച്ച് നടക്കുമ്പോ, ഇവരിൽ ചിന്താഗതികളുമായി നടക്കുമ്പോ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാത്ത
ലോകത്തുള്ള സകലമായ സൃഷ്ടികളെയും നമ്മൾ സ്നേഹിച്ച് നടക്കുമ്പോ ചെറുപ്പക്കാരാ ചിന്തിക്കണം കേട്ടോ, ഈ പോക്ക് അപകടത്തിലേക്കോ. ഏതെങ്കിലും പാട്ടുകാരി എവിടെയെങ്കിലും വരാകെന്ന് പറയുമ്പോ എല്ലാം മറന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളായ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാം മറന്നുകൊണ്ട് ആടുന്നു പാടുന്നു, അവർക്കൊപ്പം കളിക്കുകയാണ്. പെണ്ണേ വേണ്ട, ഇതൊന്നുമല്ല ലോകം കേട്ടോ, ഇത് നശിച്ച ലോകമാണ്, ഇത് കെട്ടകാലമാണ്, ഇത് കലിയുഗമാണ്. വരാനിരിക്കുന്ന മനോഹരമായ ലോകമെന്ന് പറയുന്നത് അത് പാരത്രികമായ ലോകമാണ്. തഖ്വയുള്ള ആളുകൾ ആരുണ്ടോ അവർക്ക് വിജയിക്കാൻ പറ്റുന്ന ലോകം, അത് തഖ്വയുള്ളവർക്ക് വിജയിക്കാൻ പറ്റുന്ന ലോകം. അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, അതാണ് ഏറ്റവും മധുരമായിട്ടുള്ളത്, അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അവിടുത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ചില പാട്ടുകാര് അവിടെ വരികയെന്ന് പറയുമ്പോ എല്ലാവരും പാടെ അങ്ങോട്ട് പോവുക, ഇവിടെ വരികയെന്ന് പറയുമ്പോ ഇങ്ങോട്ട് പോവുക. നമ്മളെ പള്ളിയിലെ സലാത്ത് അവിടെ നടക്കാറുണ്ട്, മജ്‌ലിസുൻ നൂറുകൾ നടക്കാറുണ്ട്, അല്ലെങ്കിൽ ദിക്ർ സ്വലാത്ത് സദസ്സുകൾ നടക്കാറുണ്ട്. അതിനെ നെവർ മൈൻഡ് ആക്കുക, അതിനെ കളിയാക്കുക, അതിനൊന്നും പോയിട്ട് പോലെ കാര്യമില്ല. ഇത് ലിബറൽ ചിന്തയാണ്, ഇത് അപകടത്തിന്റെ ചിന്തയാണ്. ഇത് ഓട്ടോമാറ്റിക്കലായി ഈമാനിങ്ങനെ അറിയാതെ ഊരിപ്പോകുന്ന ചിന്തയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യേണ്ട ഇതിനാണ്, പടച്ചോനെ തലമുറകളായിട്ട് പാരമ്പര്യമായ ദീനിന്റെ അവകാശികളാക്കണേ. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനത്തെ ചിന്താഗതികളെ തടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല ചിന്തിക്കേണ്ട വിഷയമാണ്. മുസ്ലിമീങ്ങൾ വെറുതെ പറയുന്നതല്ല. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്. ലീസ്റ്റ് കൊണ്ട് വന്നോ. അത് മുസ്ലിമീങ്ങളെ ചിന്തിക്കുക. ഒരു കറാഹത്ത് പോലും ചെയ്യാൻ പാടില്ല, അല്ലേ? അതുകൊണ്ടാണ് വിലായത്തിന്റെ മർത്തബയിൽ എത്തിപ്പെട്ടത്. ആ മഹാന്മാരായ ആളുകൾ സുന്നത്തുകളെ കൊണ്ട് അല്ലാഹുവിലേക്ക് എടുത്തപ്പോ ആ ഹദീസിൽ അല്ലാഹു പറയുകയാണ്, ഞാൻ ആ മനുഷ്യന്റെ കരങ്ങൾ ആയേക്കാം, കണ്ണുകൾ ആയേക്കാം, അവന്റെ നോട്ടമായേക്കാം, അവന്റെ വാക്കുകൾക്ക് അസറുള്ള വാക്കുകളായേക്കാം, അവന്റെ കൈ ഞാനായേക്കാം, അവന്റെ കാല് ഞാനായേക്കാം. അപ്പൊ ഒരു വലിയന്റെ അടുത്ത് പോയി നമ്മൾ എന്തെങ്കിലും വിഷയം പറയുകയാണെങ്കിൽ മൂപ്പരൊന്നുകൂടെ തടവിയാൽ അതിന് പരിഹാരം ഉണ്ടാവും. അതായതെങ്ങനെ? ഉദ്ധതിയായതുകൊണ്ടാണ്. കറാഹത്തിനെ പോലും ഹറാമിന്റെ പോസ്റ്റിൽ കൊണ്ടുപോയി വെച്ചു അവർ, അല്ലേ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവശനായ നിലയിൽ ഒരു ഖാദിമ് സ്വന്തമായി ബാത്റൂമിൽ പോകാൻ കഴിയാത്തപ്പോ ഒരു ഖാദിമെടുത്ത് ബാത്റൂമിലേക്ക് പോകുകയാണ്. പെട്ടെന്ന് കണ്ണിയത്ത് ഉസ്താദ് അരങ്ങണ അവിടെ നിന്ന്, ഇയാളാകെ അന്തം വിട്ട് എന്താണ്, ഏത് കാല് വെച്ചിട്ടാണ് അത് കയറിയത് എന്ന് ചോദിച്ചു. കണ്ണിയത്ത് ഉസ്താദല്ലേ? കണ്ണിയത്ത് ഉസ്താദിനെടുത്ത് നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? നിങ്ങൾക്കിപ്പൊ കാല് വെച്ച് മാറിയതാ പ്രശ്നം, നിങ്ങൾ വാണിക്കട് പോയിക്കോളി എന്നറിയും. ദേഷ്യം പിടിച്ചാല് ആലോചിക്കണം. നമ്മളെ വാപ്പാരുമാരും വയസ്സായിട്ട് നമ്മള് പല ഘട്ടങ്ങളിലും അവരുമായി ഇടപഴകിയല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കണോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കി. വാപ്പാനും ഉമ്മാനും പൊരുത്തല്ലെങ്കിൽ കുരുത്തം കൊടുത്തു എല്ലായിടത്തും. ഹാജരായിട്ടും മുസല്ലായിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. നിസ്കരിക്കുന്ന ആളും നല്ല മനുഷ്യനും നല്ല ഹജ്ജ് ചെയ്ത ആളും ഇടക്കിടക്ക് സിയാറത്ത് ചെയ്യുന്ന ഒരു കാര്യമില്ല. വാപ്പാനും ഉമ്മാനും പൊരുത്തം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വലിയ വിഷയം. ഇങ്ങനെ ഇടപെടുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കണോ എന്ന് ആലോചിക്കണം. നമ്മൾ ഒരു ചിലപ്പോൾ തുപ്പിയിട്ടുണ്ടാവും, മൂത്രമൊഴിച്ചിട്ടുണ്ടാവും, ബെഡ്ഷീറ്റ് ഇടക്കിടക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. അതായത് കുട്ടിത്തത്തിലേക്ക് ചിലപ്പോൾ അത് കൊണ്ടുപോകും പോലെ, കുട്ടിത്തത്തിലേക്ക്. അപ്പോഴാണ് ഈ തുപ്പലും പാത്തലും വയറ്റുന്ന പോക്കൊക്കെ ഉണ്ടാവുക. അപ്പൊ കുട്ടിത്തത്തിലേക്ക് കൊണ്ടുപോയി നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? പടച്ചോനെ, എന്റെ കുട്ടിത്തത്തിൽ ഞാൻ പലപ്പോഴും തുപ്പിയതും പാത്തിയതും എന്റെ വയറ്റുന്നു പോയതും മടിന്ന് പോയതിലും മുഖം ചുളിയാതെ നമ്മള് പാത്തി
മലം പോയ സമയത്തൊക്കെ നമുക്ക് ഉമ്മ തന്നിട്ടാണ് നമ്മൾ വൃത്തിയാക്കിയത്. ഇവിടെയാണ് പോയിന്റ്. നമ്മളെ മുഖം ചുളിയാതെ നമ്മൾ വൃത്തിയാക്കുവോ? കാണാൻ വരുന്ന ആൾക്കാരോടെങ്കിലും പറയും ഇടക്കിടക്ക് മൂത്രയിച്ചാണ്, ഇടക്കിടക്ക് വറ്റുന്ന പോവാണ്. എന്തിനും അവരോട് പറയേണ്ട ആവശ്യം? ഹിദുമത്ത് ചെയ്തു കൊടുക്കണം. അപ്പയല്ലേ കൂലി കരസ്ഥമാക്കാൻ കഴിയുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മുഖർറബീങ്ങളായ ഔലിയാക്കന്മാരുടെ നേതൃപദവിയിൽ വിരാജിച്ച മഹാനായ ആത്മീയ ഗുരുവാണ് മഹാനായ ഔസുൽ അഅ്ലം ശൈഖ് ജീലാനി. മഹാന്മാരായ ഉലമാക്കൾ അവരെ പരിചയപ്പെടുത്തിയത് ഔലിയാക്കളുടെ നേതാക്കളുടെ നേതാവിയെന്നോ അപ്പോൾ അവരുടെ സ്ഥാനവും പദവിയും എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മഹാനവറുകളുടെ ജീവിതകാലത്തും അതിനു ശേഷവും അവരുടെ മഹത്വവും പദവിയും പുകഴ്ത്തി പറയാത്ത ഒരു പണ്ഡിതനും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടല്ലേ റബീഉൽ ആഖിറിൽ 10 ദിവസം എല്ലാ പള്ളികളിലും ഔസുൽ അഅ്ലമിനെ സ്മരിക്കാൻ ആളുണ്ടായത്. മൂപ്പർക്ക് അല്ലാഹു കൊടുത്തുകൊടുവേ, മൂപ്പർക്ക് അല്ലാഹു പദവി കൊടുത്തു. മഹാനായ ഇബ്നു ബസീർ തങ്ങൾ അൽ ബിദായത്തു വൻ നിഹായയിൽ പറയാണ്, ഔസുൽ അഅ്ലം തങ്ങൾ കാന മിൻ സാദാത്തിൽ മശായിഹിൽ കിബാർ. ഇന്നെന്ത് സർട്ടിഫിക്കറ്റ് വേണ്ട? മാത്രമല്ല ലോക പ്രശസ്ത പണ്ഡിതനായ ആർക്കും രണ്ടഭിപ്രായമില്ലാത്ത ഇമാം നബവി തങ്ങൾ പറയുകയാണ്, എന്റെ അറിവിലില്ല അന്നത്തെ കാലത്ത് ഔസുൽ അഅ്ലമിനേക്കാൾ കറാമത്തുകൾ കാണിച്ചൊരു പണ്ഡിതൻ. ആരാ പറയുന്നത്? മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ പോരെ ഔസുൽ അഅ്ലമിന്റെ മഹത്വം മനസ്സിലാക്കാൻ? ഇബ്നു ഖുദാമത്തുൽ ഹംബലി തങ്ങൾ പറയുന്നു, ദഹൽനാ ബഗ്ദാദ ഫഇദ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ മിമ്മൻ തഹത ഇലൈഹി റുആസത്തു ബിഹാ ഇൽമൻ വഅമലൻ വഹാലൻ വഇഖ്താ وما رأيت بعده مثلا. ഇൽമിലും അമലിലും ഓരോ അവസ്ഥകളിലും പടച്ചറപ്പിന്റെ പ്രീതിയിലും പൊരുത്തത്തിലും ചെലവഴിക്കുന്ന മറ്റൊരു പണ്ഡിതനെ ഔസുൽ അഅ്ലമിന്റെ സ്ഥാനത്ത് അന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കറാമത്ത് ഉണ്ടാവാതിരിക്കുമോ? മുഹയ്യിദ്ദീൻ മാലക്കെ ദുർവ്യാഖ്യാനം ചെയ്യാണ് ചില വ്യക്തികൾ. അറിയില്ല. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് മഹാന്മാരിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒന്നാണ്. ലോകമെന്ന് പറയുന്നത് എന്താ? ചരിത്രമാണല്ലോ. ലോകമെന്ന് പറയുന്നത് ലോകത്തെ മനുഷ്യന്മാർ അറിയുന്നത് എങ്ങനെ? ചരിത്രം വായിച്ചിട്ടും പഠിച്ചിട്ടുമാണ്. അതിന് ചരിത്രമോടെ രേഖപ്പെടുത്തി വെക്കണം. അതേപോലെയാണ് ഈ മനോഹരമായ പാരമ്പര്യം. ഇവർ പറയും റബീഉൽ അവ്വൽ മൗലൂദൊക്കെ ഉണ്ടായത് ഹിജ്റ 300 ശേഷമാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചതല്ലേ? മുത്തുനബിന്റെ 7ാം ദിനത്തിൽ അവരെ വിളിച്ചു, അബ്ദുൽ മുത്തലിബ് ഭക്ഷണം കൊടുത്തു. മാത്രമല്ല നല്ലോണം അതിഥികളെ സൽക്കരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലയോ മുഹമ്മദിന്റെ വല്ലിപ്പ, എന്ത് പണി നിങ്ങൾ കാട്ടുന്നത്? നിങ്ങളെ പ്രപിതാക്കളുടെ പേരാണോ ഈ മൊഞ്ചനായ, ഈ ഗ്ലാമറുള്ള, ഈ മനോഹരമായ മുഖമുള്ള ഈ കുട്ടിക്ക് നിങ്ങൾ പേര് വെക്കണത്? എന്താ പേരിടുന്ന വെച്ചപ്പോ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ കളിയാക്കുകയാണ്. നോക്കണം. فقال أردت أن يحمده من على الأضراء محمدا سموا نبي الهدى وهو أحق الناس بالحمد صلى عليه لهما أشرقت شمس الضحى في ذلك السعدي
ഈ പേര് ഖിയാമത്ത് നാൾ വരെ വിശ്വാസികൾ മാത്രമല്ല, ഹബീബിന്റെ മുഹിബ്ബീങ്ങൾ മാത്രമല്ല, ലോകത്ത് ഹബീബിനെ എതിർക്കുന്ന ശത്രുക്കൾ പോലും ഏറ്റവും കൂടുതൽ മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു നാമം മുഹമ്മദ് മുസ്തഫ. ആലോചിച്ചോക്കിങ്ങള്, അത് സംഭവം. അപ്പോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പാരമ്പര്യമുണ്ട്. അത് മഹാന്മാർ കാണിച്ചു തന്ന പാരമ്പര്യമാണ്. അതിൽ മൗലൂദുണ്ട്, അതിൽ മാലയുണ്ട്, അതിൽ തവസ്സുലുണ്ട്, അതിൽ ഇസ്തിഗാസയുണ്ട്. വല്ലിപ്പന്നെ മുത്തുനബിയെ കൊണ്ടുപോയിട്ട് കഅബത്തിങ്കൽ അപ്പൊ ആ ചരിത്രം അംഗീകരിക്കുക ജിജും. അത് അംഗീകരിക്കുന്ന ചരിത്രമാണ്. ചിലതൊക്കെ അംഗീകരിക്കും. ഇപ്പൊ യൂസുഫ് നബിന്റെ പാപ്പ യാക്കൂബ് നബിന്റെ കാഴ്ച പോയപ്പോ ഉണ്ടായത് ഖുർആൻ പറഞ്ഞതാണ്. അതുപോലെ അംഗീകരിക്കണ്ടല്ലോ. യൂസുഫ് നബി ധരിച്ച ഒരു കമീസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നാണ്. ഇതുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി വാപ്പാന്റെ മുഖത്തേക്ക്. ഖുർആൻ പറയുന്നു കാഴ്ച തിരിച്ചു കിട്ടി. അവിടെ വൈദ്യശാസ്ത്രമല്ല, ഈ സംഭവമാണ്. എന്റെ പിന്നാലെ എപ്പോഴും പോരലുണ്ട്. ഇപ്പൊ മഹലിൽ മാറിയതുകൊണ്ട് അബ്ബാസ് മൗലിയാർ വാങ്ങും, അബ്ബാസ് മുസ്ലിയാർ പാങ്ങ് എപ്പോഴും വരുന്ന ആളാ. വാർഷികത്തിനൊക്കെ പോരലുണ്ട്. അത്തിപ്പന്റെ ഉസ്താദ് പറഞ്ഞു 7 മജ്‌ലിസുൽ പങ്കെടുത്താൽ മതി. 12 കൊല്ലം കാഴ്ചയില്ലാതെ മകൻ അസ്ലമിന്റെ കൈ പിടിച്ച് എല്ലാ ഇടങ്ങളിലൂടെയും പിരിവിനടന്നിരുന്ന ആളാ. പള്ളികൾ കയറി, അങ്ങാടികൾ പോയി. ഞാൻ പഠിപ്പിച്ചുകൂടാ അസ്ലം എന്ന് പറഞ്ഞ കുട്ടിനെ 4-5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. 4 കൊല്ലം. അപ്പൊ ഇയാള് പറഞ്ഞു 5ാമത്തെ മജ്‌ലിസിൽ 7 പങ്കെടുത്താൽ മതി. ആരാ പറഞ്ഞത്? അത്തിപ്പറ്റ ഉസ്താദ്. മൂപ്പര വാപ്പ ഹയാത്തിലുള്ള കാലത്ത് സംസാരിച്ചിരുന്നു. മൂപ്പരോ എല്ലായിടത്തും പോയി ഉസ്താദ്. തമിഴ്നാട്, മറ്റേ കോയമ്പത്തൂര്, കോഴിക്കോട്, മംഗലാപുരം, അൽഷിഫ, മൗലാന ഓലൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ പ്രതീക്ഷിച്ചിട്ടുകാരില്ല. ഞരമ്പക്കാകെ അൽക്കുൽ കഴിക്കും. അത്തിപ്പറ്റ സാറിന് 7 മജ്‌ലിസുൽ പങ്കെടുത്ത് നാട്ടിൽ മജ്‌ലിസൂറില്ലേ. മുഅ്മിനീങ്ങളെ നമ്മുടെ വീട്ടിൽ ഇതിന് കളമൊരുക്കിയാലും അന്തസ്സാണ്. വലിയ ബറക്കത്ത് വന്നു ചേരും. അള്ളാഹു ഈ വീട്ടിൽ ബറക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ഇതിങ്ങനെ നിലനിൽക്കണം. ഇതിന് കുറച്ചാൾക്കാർ നിലനിർത്താനുമാണ്. മുടക്കികൾ ഇങ്ങനെ മുടക്കട്ടത് നിലനിർത്താൻ കുറച്ച് ആൾക്കാർ കേട്ട് രംഗത്ത് വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ 5 കഴിഞ്ഞപ്പോ ഇയാളെ കണ്ടുകാരോ ടോർച്ചടിച്ചു നേർന്നു. ടോർച്ചടിച്ച പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാഴ്ച തിരിച്ചു കിട്ടാണ്. ഒരു മരുന്ന് കുടിച്ചിട്ടില്ല. ആ ഇപ്പോഴും അദ്ദേഹം കണ്ണു കാഴ്ചയോടുകൂടി നടക്കുന്നുണ്ട്. ഒരുപാട് കറാമത്തുകൾ ഈ മജ്‌ലിസിലുണ്ട്. മുമ്പിനെ അത് ചിന്തിച്ചുകൊണ്ട് വേണം ഈ മജ്‌ലിസിനോട് കളിക്കാൻ. ആത്മാർത്ഥമായി വന്നിരിക്കാൻ നോക്ക്. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാം. ഒളിവിലും മറവിലും ഇരുന്ന ആഭാസമാണ് ലക്ഷ്യമെങ്കിൽ പരാജയത്തിന്റെ പടുകൂടി ഉറപ്പിക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലതിനോടൊപ്പം സജീവമായി നിലനിൽക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.